പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പം ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ കറിയും റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 500 ഗ്രാമിലും താഴെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു സവോള ചെറുതായിട്ട് മുറിച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, ഒരു 5-8 അല്ലി വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ക്യാരറ്റ്, ഇത്രയുമാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അടുത്തതായിട്ട് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല പെരുംജീരകം കൂടുതലായിട്ട് ചേർത്ത ഗരം മസാലയാണ്. 3 ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിൽ 1 വിസിൽ വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും കയ്യിലുള്ള കുക്കറിൻ്റെ വ്യത്യാസം അനുസരിച്ച് സമയത്തിലും വ്യത്യാസം വരും. അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. 1 വിസിലടിച്ചപ്പോൾ തന്നെ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലുമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വെന്ത് വന്ന ഇറച്ചിയിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 2-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണിത്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.